ഇനി അതിരപ്പള്ളിയിൽ നിന്നൊരു വാർത്ത, അവിടെ ഒരു കാട്ടാനാക്രമണം ഉണ്ടായി. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ സെൻറ് തോമസ് ദേവാലയത്തിൽ കാട്ടാന ഒരു ഷെഡ് തകർത്തു എന്ന് വാർത്ത വരുന്നുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഷെഡാണ് തകർത്ത് കളഞ്ഞത്. ഇന്ന് രാവിലെ 5:30 മണിയോടെ ദേവാലയ ശുശ്രൂഷി കപ്പ്യാർ പള്ളിയിലേക്ക് എത്തിയപ്പോഴാണ് പള്ളിവളപ്പിൽ കാട്ടാനയെ കണ്ടത്. പിന്നീട് പ്രദേശവാസികൾ വന്ന് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി. ഇനി കോഴിക്കോട് നിന്നും ഇന്ന് വെളുപ്പിന് വന്ന സങ്കടകരമായ വാർത്തയിലേക്ക്. കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിൽ തീപിടിച്ച് രോഗി മരിച്ചു. നിങ്ങൾക്കറിയാം, അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ 24-ന് ലഭിച്ചു. ആംബുലൻസ് സ്വാഭാവികമായിട്ടും നല്ല വേഗത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിജിത്ത് മുഴക്കൊന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, പറയൂ. SKN പുലർച്ചെ 3:30 അടുപ്പിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ ദാരുണമായ ഈ ഒരു സംഭവത്തിൽ ഒരു രോഗി മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഏതായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അല്പം വേഗതയിൽ തന്നെയാണ് ആ ആംബുലൻസ് ഉള്ളത്. ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഈ ട്രാൻസ്ഫോമറിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഇടിച്ച ഉടൻ തന്നെ തീ ആളിപ്പടരുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വളരെ ദാരുണമായ ഒരു സംഭവം. ആ രോഗി നാദാപുരം സ്വദേശിയായ സുലോചന അവിടെ വെച്ച് തന്നെ ഈ വാഹനത്തിനകത്ത് വെന്തുമരിക്കുന്ന ഒരു സാഹചര്യം. മറ്റുള്ളവർ പുറത്തേക്ക് തെറിച്ചു വീണത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ രക്ഷിക്കാനായത്. നിലവിൽ ഈ മൊത്തം 7 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ സുലോചനയ്ക്ക് ജീവൻ നഷ്ടമായി. ബാക്കി 6 പേർ സമീപത്തുള്ള മിംസ് ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിരുന്നു. അതിൽ 3 പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. 3 പേർ ഇപ്പോഴും ഈ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ഏതായാലും നിലവിൽ ഈ ഒരു CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ആംബുലൻസ് മഴ കൂടിയുള്ളൊരു സമയമായിരുന്നു. ഈ മഴയത്ത് ഈ ആംബുലൻസിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും തുടർന്ന് ഈ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്തുള്ള ഷോറൂമിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് അഭിജിത്ത് മുഴക്കുന്നാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ, ഈ കടുത്ത അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.